ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകാനുള്ള വണ്ടിയും അത് നിൽക്കുവാണ് കേട്ടോ. അതും അതിരാവിലെയുള്ള ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് ഈ തടാകത്തിനരികെ നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ആദ്യത്തെ വണ്ടി തന്നെ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ് കേട്ടോ. സംഭവം ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന സ്ഥലങ്ങളാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ദിവസം വന്ന ദിവസം എനിക്ക് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഗോപ്രോ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അത്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് ഞാനത് നേരത്തെ കുട്ടിയെടുത്ത് കയ്യിലൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ പാർക്കാണ്. ഇവിടെ കുറച്ച് കഴിയപ്പം നല്ല തിരക്കാണ് കേട്ടോ. നല്ല ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഫാമിലീസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് പെരിയാർ. സംഭവം ഇവിടെ നമുക്ക് ഈ സൈഡിനൊക്കെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിൽ വരുന്നവർക്ക് പുഴയിലിറങ്ങി കുളിക്കാനും വെള്ളത്തിലേക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കോസ്റ്റ്യൂമിലായതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. എനിക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങി കുളിച്ചോളാൻ വയ്യ വെള്ളം കണ്ടിട്ട്. ഓക്കെ, அந்த சத்தம் ബേർഡ് വാച്ചർ ബുൾഫിഞ്ച് എന്തേ ബുൾഫിഞ്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ക്രൂ ഒക്കെ വരും. ഫസ്റ്റ് വണ്ടിയിലാണ് നമ്മൾ വന്നത്. വണ്ടിയിൽ വരുന്നുണ്ട്. ഇവിടുത്തെ സംഭവങ്ങൾ കാണിച്ചു തരാം. കൈ വിടട്ടെ, രണ്ട് കൈ വിടട്ടെ. ഇപ്പോഴൊക്കെ വന്ന് ആടാൻ പറ്റൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. പിന്നെ വന്നാ എന്ത്? അല്ല, ആടാൻ പറ്റുന്ന സമയത്തെല്ലാം ആടുക. അതെ, ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ പോവാം. ഇവിടെ ഒരു സൈഡിലാണ് നമ്മൾ ആദ്യം നിന്നത്. ഞാനിപ്പോൾ ഇനി അറ്റം വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി അറ്റത്ത് ഈ കൊട്ടവഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താണ്ട് ഏർമാടമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഏർമാടം. നല്ല അടിപൊളിയാണ്. ഞാൻ ഇന്നലെ അതിനെ വണ്ടി കയറിയിരുന്നു. പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ബാക്കി ക്രൂ എല്ലാം എത്തുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഷൂട്ടിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങും. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അവിടെ ഓരോ ഹട്ടടിച്ച് വെച്ചിട്ടുണ്ട്. വന്നിരിക്കാം, പുഴയിൽ നോക്കിയിരിക്കാം. നല്ല രസമാണ് കേട്ടോ. നല്ല തണുപ്പും അതുമല്ല രാവിലെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി രസമായിരുന്നു. എൻ്റെ പനയോലയാണ് കേട്ടോ. അത് പനയോല വെച്ച് ഉണ്ടാക്കിയ ഹട്ടാണ്. ഇതെല്ലാം എർത്ത് കമ്പികളാണേ. സോളാറിൻ്റെ എടുക്കുന്ന വൈദ്യുതി എടുത്തിട്ട് ഫുള്ള് കവർ ചെയ്ത കമ്പി ഉണ്ടോ, ഫുള്ള് കവർ ചെയ്ത് കമ്പി താത്തും, അതായത് വള്ളി പോലെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇറങ്ങി വരുന്നവിടെ ഉണ്ട് കേട്ടോ, എൻട്രൻസിൻ്റെ അവിടെയും. അത് ഞാൻ വീഡിയോ എടുത്തില്ല. സംഭവം അത് തുറക്കാനായിട്ട് പ്രത്യേകം അവിടെ ആളുണ്ട്. ആ പുള്ളി വന്നിട്ട് അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റി വിടുന്നത്. അതുപോലെ മരങ്ങളൊക്കെ നോക്കി അടിപൊളിയാണ്. ഇത് കണ്ടേ ഊഞ്ഞാൽ, മറ്റേ എന്താണ് ഈ ഊഞ്ഞാലിൻ്റെ പേര് മറന്നില്ല. ആ സാധനം ഇത് പല സ്ഥലങ്ങളിലായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇരുന്ന് ആടിയ ഊഞ്ഞാൽ അതൊരു 5-6 എണ്ണം ഉണ്ട്. ഒരുത്തൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയ അവനെ പുലി പിടിച്ചാ, കരടി പിടിച്ചാ.
ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ ഇരുന്ന് അറിയാൻ പിടിക്കത്തില്ല. പുലിയെ പിടിച്ചോ എന്നാലോചിച്ചാ മതി. ആണോ പവറ് പോലീസുകാർക്ക് കാട്ടിക്കാര്യം. ഓക്കെ സുഹൃത്തുക്കളെ, ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള സീനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഇവിടത്തേക്കുള്ള എൻട്രൻസ് ആണ്. അയ്യോ, ഇതെന്താണ്? പെരിയാറിൻ്റെ കര. ഈ ആ സ്ഥലപ്പേരെന്താണ് പറഞ്ഞത്? പെരിയാറല്ലടാ, വണ്ടിയിൽ പണംകുഴി. പാണംകുഴി. പാണംകുഴി. നമ്മളന്ന് വായിച്ചതാണ് പണംകുഴി. അതെ, പാണംകുഴി ഫോറസ്റ്റ് ഡിവിഷനിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഈ ഒഴുകി പോകുന്നതാണ് പെരിയാർ. ഇതല്ല, അപ്പുറത്താണ് പെരിയാർ കൺവർസേഷൻ. ഇത് ഫോറസ്റ്റ് കൺസർവേഷൻ റിസർവ്ഡ് ഫോറസ്റ്റ്, വന്യജീവി സങ്കേതം. ഇവിടെ മലമുഴക്കി വേഴാമ്പൽ വരും രാത്രികളിൽ. രാത്രി മലമുഴക്കും. മലമുഴക്കം എന്ന് പറഞ്ഞാൽ ഇത് സൗണ്ട് നല്ല. അതെ അതെ. ആനയുടെ ഷോക്ക് കാണിച്ചാ അത് കിട്ടൂലടാ, തൊട്ടടുത്തോട്ട് കാണിക്കണം. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതെ, ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ അക്കരയല്ല, ഇതിങ്ങനെ കറങ്ങി അപ്പുറത്തെ സൈഡാണ് കോടനാട് ആന സങ്കേതം. അത് പക്ഷേ ഇതിലെ വഴിയില്ല, അത് വേറെ വഴിയാണ്, കറങ്ങിപ്പോണം. പക്ഷേ അവർക്ക് വരാൻ പറ്റും, ആനയും കൊണ്ടൊക്കെ വരാൻ ഇതിലെ വഴിയുണ്ട്. നമുക്ക് സാധാരണ ആൾക്കാർക്ക് അതിൽ വഴി. ഇവിടെയാണ് കോടനാട് അപ്പുറത്ത് വരുന്നത്. ചാണ്ടി സാറിൻ്റെ ഇവിടെ സ്വർഗമാണ്. ഇവിടെ സ്വർഗമാണ് സിനിമയിലെ മോഹൻലാലിൻ്റെ നാട്. അതെ, അമിക്കസ് കോടനാട്. ഇത്തിരി പോയാൽ മലയാറ്റൂർ മല. പിള്ളേര് വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുക, ബേളം കണ്ട. ലാസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് കിടന്ന് കുളിക്കാൻ പറ്റുമോ? സമയമുണ്ടോ കുളിക്കാൻ? പോടാ ഈ പരിസരത്ത് വന്ന് വരുന്നത്. ഇവിടുന്ന് തെറിച്ച്. ഇതാണ് ഉന്നക്ക. എടാ കൊള്ളാടാ. അല്ല, വെയിലത്ത് പോയി കാണിയത്. ഓക്കേ, bro, look at this. ആ പോലീസുകാരൻ അങ്ങോട്ട് മാറാൻ പറ. പോലീസുകാരാ അയ്യോ, കിഡിലെ സാധനം. രണ്ട് കൈ ഇങ്ങനെ വെച്ചേ, നോക്കട്ടെ, ഇങ്ങനെ വെച്ചേ. അല്ലെ നീട്ടി നോക്കിയേ, നീട്ടി. അങ്ങോട്ടൊക്കെ ഒരാൾ നിൽക്കുന്ന പോലെ അറിയാൻ പറ്റും. ഓപ്പോസിറ്റ്. ചെറുക്കനെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുക്കനെ കൊണ്ട് കുളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം നല്ല സുന്ദര കുട്ടപ്പനാക്കി. മുടിയൊക്കെ വളർത്തി പുഷ്പയായിട്ട് വന്നതാ. പുഷ്പയായിട്ട് വന്ന അവസാനം ഇപ്പം സിംഹക്കുട്ടിയായി, സോമനായി. എടാ, ഈ പേരെല്ലാം നിനക്ക് ഇവിടെ നിന്ന് കുളിച്ചൂടെ? ഞാൻ എന്തെന്നും പറഞ്ഞിറങ്ങും ഒരു കൂട്ടിന്. ലതി പറഞ്ഞ പോലെ ഒരു കമ്പനിക്ക്. ഇത് അതിനെക്കാട്ടും വൈഡ് കിട്ടൂടാ. ചതിക്കുഴികളുണ്ടാന്ന് നോക്കിക്കോ. ഓ ഭാഗ്യവാൻ. കൊതിയാവണ് ഗൈസ്.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഷൂട്ട് ഈ ഷെഡ്യൂള് പാക്കപ്പ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാം കഴിഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. നമ്മൾ തിരിച്ചെല്ലാം സെറ്റാക്കി പോകാനാണ് പരിപാടി. സംഭവം നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഷെഡ്യൂളിന് നമ്മൾ ഉണ്ടാകുമെങ്കിൽ ആ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ, ഇനി പോയിട്ട് കഴിക്കണം. ഓക്കെ, ഇപ്പം ഇന്നത്തോടെ വീഡിയോ അവസാനിക്കുന്നു. ഇല്ല, റൂമിൽ പോയിട്ട് ആണോ? എങ്ങനെയുണ്ട്? അടിപൊളി, മനോഹരം. അങ്ങനെ ഇങ്ങോട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പോട്ടിയും കഴിച്ചു കേട്ടോ. പോട്ടിയും കപ്പയും തീർന്നുപോയി. കൊണ്ടുവന്നപ്പോൾ എടുക്കാൻ ടൈം കിട്ടിയില്ല. മലയാറ്റൂർ വെച്ചാണ് കേട്ടോ കഴിച്ചത്. സൂപ്പർ സാധനം. കടയുടെ പേരെന്താ അറിയാമോ? കടയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല, ചായക്കട. ഉണ്ടായിരുന്നു അജിബ്രോ? മനോഹരമായിരുന്നു, വളരെ രുചികരമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ? കഴിഞ്ഞില്ല, കഴിക്കുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. താങ്കൾ എന്തൊക്കെ കഴിച്ചു? ഞാൻ പോർക്ക് കഴിച്ച് ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത്. കൊള്ളുന്നുണ്ട്. എങ്ങനെയുണ്ട് പുതിയ ലുക്ക്? ഇത് ഇദ്ദേഹത്തിൻ്റെ പുതിയ ലുക്കാണ്. താടി മൈസൊക്കെ ഇദ്ദേഹം ഷേവ് ചെയ്തിട്ട്. കടയുടെ പേരെന്ത്? കടയുടെ പേര് ലൊക്കേഷൻ പറഞ്ഞാൽ മതി. മലയാറ്റൂർ പള്ളിയുടെ ആർച്ചിൻ്റെ. അതെ, നമ്മളെ മലയാറ്റൂർ പള്ളിയുടെ കവാടത്തിന് നേരെ ഓപ്പോസിറ്റുള്ള കട. ഇഷ്ടംപോലെ കടയുണ്ട്. നമ്മൾ കയറിയത് ഇവിടെ. ഓക്കെ, ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കടൽ തീരത്താന്ന് പറയാം. ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട്? തട്ടുകട സെറ്റപ്പ് അടിപൊളി, സൂപ്പറല്ലേ? പെരിയാറിൻ്റെ തീരത്ത് നിന്ന് കഴിക്കാവുന്നതാണ്. പെരിയാറിൻ്റെ തീരത്ത് ഇവിടെ അടുത്തൊരു കുളം കണ്ടല്ലോ. അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടും. ഇവിടെ അടുത്തൊരു കുളം കണ്ടല്ലോ, അത് ഇത് കുളമല്ല, ഇത് ഈ കാണുന്നത് അത് കുളമല്ല, അരുവിയല്ല, തോടാ, വാട്ടർഫ്ലോ അല്ല, അരുവി. അതിന് കട്ട് ചെയ്യും, ഞാൻ പറയാം.